പന്ത് തട്ടി വളർന്ന മൈതാനവും വീടുമെല്ലാം ദുരന്തം കൊണ്ടുപോയപ്പോൾ അവശേഷിപ്പുകൾ ഹൃദയത്തോട് ചേർത്ത് വിങ്ങിപ്പൊട്ടുകയാണ് കേരള ടീം അണ്ടർ 19 ഫുട്ബോൾ താരമായ ഷർബിൽ ആലക്കിൽ. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് കേരള ടീമിൻ്റെ അണ്ടർ 19 ഗോൾ കീപ്പറായിരിക്കുന്ന ഷർബിലാണ്. ഉരുൾപൊട്ടലിൽ അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടമായിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കാലിലും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ തിരികെ എത്തി വീടിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു അല്ലേ? എത്തിയപ്പോഴാണ് തോന്നുന്നു ഈ മെഡലുകളൊക്കെ ഒന്ന് കണ്ടെത്താൻ സാധിച്ചത്. വീടൊക്കെ ഏകദേശം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പം മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് ഈ മെഡലും ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതെടുത്തിട്ട് കിട്ടിയത് എടുത്തിട്ട് വന്നു. അന്ന് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഏകദേശം ഒരു മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ ഉമ്മ ഞാനും ഉണ്ട് വീട്ടിൽ. ഈ ഉരുൾ പൊട്ടുന്ന ഇട്ടിട്ട് സൗണ്ടും ജെർക്കിങ്ങും ഒക്കെ ഉണ്ടായി. വീടൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പുറത്തേക്ക് ടോർച്ച് ചെയ്ത് നോക്കിയപ്പം ഫുള്ള് ഓരോ വീടും മതിലുകളൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മൾ പേടിച്ചിട്ട് എങ്ങനെയൊക്കെ ഇറങ്ങി ഫ്രണ്ടിലൊരു കുന്നുണ്ട്, അതിലേക്ക് ഓടി കയറിയിരുന്നു. കുന്ന് കയറിയ ശേഷമാണ് രണ്ടാമത്തെ പൊട്ടൽ പൊട്ടിയത്. അപ്പോൾ ഏകദേശം വീടുകളും കാര്യങ്ങളും അടുത്തുള്ള അയൽവാസികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഉമ്മയും ഉപ്പയും രക്ഷപ്പെടുത്തി വരുന്നില്ല. ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അയൽവാസികളുണ്ടായിരുന്നു രക്ഷപ്പെട്ട് വന്നവർ. ചളിയിൽ മുങ്ങിയിട്ട് ഏകദേശം ഇത്രത്തോളം ചളിയിൽ മുങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടി? അന്ന് ഈ പാലം പോയിരുന്നോ? അല്ല, ഇത് സ്കൂളിൻ്റെ ഇപ്പുറത്താണ് വീട്. സ്കൂളിൻ്റെ അപ്പുറത്ത് പാലല്ലായിരുന്നു. ഫ്രണ്ടിൽ റോഡ് കഴിഞ്ഞിട്ട് ഒരു കുന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഓടി കയറിയായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്ന ഷർബിൽ ഇപ്പോൾ കേരള ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. ഈ കാണുന്ന ഇതായിരുന്നു ഷർബിൽ കളിച്ച ഗ്രൗണ്ട്. ഇതാണ് നമ്മൾ ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന ഗ്രൗണ്ടും. ഏകദേശം ഫ്രണ്ട്സൊക്കെ അന്ന് വൈകിട്ട് ഒരു 9 മണി വരെ കൂടെ ഉണ്ടായ ഫ്രണ്ട്സിനെയും മിസ്സിംഗ് ആണ്, കാണുന്നില്ല എല്ലാവരും. ഞാൻ അധികം ചോദിക്കുന്നത് ശരിയല്ല. ആ ദൃശ്യങ്ങളിലേക്കൂടെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ, അതായത് ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്? അല്ല, പഠിച്ചതൊക്കെ പുറത്താണല്ലേ? ഈ സ്കൂളിനോട് ഗ്രൗണ്ടിനോട് വലിയൊരു ബന്ധം കൂടി ഉണ്ടല്ലേ? അതെ, ഒരു 6-7 വയസ്സ് മുതൽ ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് പ്രാക്ടീസും കാര്യങ്ങളും ഫ്രണ്ട്സും എല്ലാം. എന്നാണ് മറ്റൊരു കാര്യമോട് എനിക്ക് തോന്നുന്നത്, സെലക്ഷനോടെ കിട്ടിയിരിക്കുന്നത് ബംഗാൾ അല്ലേ? കൊൽക്കത്ത ബി ഡിവിഷൻ സെലക്ഷൻ്റെ അവസരത്തിലാണ് ഇതൊരു സംഭവം നടക്കുന്നത് അല്ലേ? അതെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഇപ്പോൾ ക്യാമ്പിലാണോ ബന്ധുവീട്ടിലാണ്? ഇപ്പോൾ തിരികെ വന്നിട്ടും ഫുട്ബോളിനെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയോടെയാണല്ലേ? എന്തായാലും നമ്മൾ മുമ്പോട്ട് പാതയിൽ വിജയങ്ങൾ കൊയ്യട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ആശംസിക്കുകയാണ്. കളിയായിട്ട് മുമ്പോട്ട് പോകട്ടെ. എന്തായാലും സുഹൃത്തുക്കൾ ഏകദേശം ഒരുമിച്ച് കളിച്ച, അന്ന് വൈകിട്ട് വരെ കളിച്ച ഫ്രണ്ട്സിനൊക്കെ മിസ്സിംഗ് ആണ്. എനിക്കറിയാം ഷർബിൻ്റെ ഒരു മാനസികാവസ്ഥ കൂടുതൽ ചോദിക്കുന്നില്ല. അന്ന് കേരള ടീമിൻ്റെ ജേഴ്സി എന്ന് തോന്നുന്നല്ലേ? ഇത് ഇവിടുന്ന് ഇപ്പോൾ അതോ നേരത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ? ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുറേ മെഡലുകൾ ഏകദേശം ഇത്രയൊന്നുമല്ല, ഏകദേശം ഉണ്ടായിരുന്നു. ഇതപ്പോൾ കൈ കിട്ടിയത്. ഈ ചൂരൽമല നൽകിയ ആദരവ് കൂടിയാണ്. ഷർബിലിനോട് നമ്മൾ ഈ അവസരത്തെ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ മുമ്പോട്ടും ഈ കായിക മേഖലയിൽ പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ചൂരൽമല എന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്.